ഇസ്ലാം ദീനിന്റെ ഫളാഇൽ പറയുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട ചില താരീഖുകളുണ്ട്. ഒന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താരീഖാണ്. രണ്ടാമത്തേത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താരീഖാണ്. ദുൽഹിജ്ജ മാസവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താരീഖാകുന്നു. ദുൽഹിജ്ജ മാസം ചലനങ്ങളുടെ മാസമാണെന്നാണ്, ഇളക്കങ്ങളുടെ മാസമാണ് ദുൽഹിജ്ജ. ചലനങ്ങളുടെ മാസം എന്ന് പറയാൻ കാരണം നമ്മൾ ഹജ്ജ് പരിശോധിച്ചാല് ഹജ്ജില് ഒന്നും ചൊല്ലാനില്ലല്ലോ, എല്ലാം ചെയ്യാനാണ്. ഹജ്ജിന് നിയ്യത്ത് ചെയ്യണം, അതിന് ഇഹ്റാം ചെയ്യുക എന്ന് പറയും. ഹജ്ജിന് ഇഹ്റാം ചെയ്താല് ഒരു പ്രാവശ്യം തൽബിയത്ത് ചെല്ലൽ നിർബന്ധമാണെന്ന അഭിപ്രായമുണ്ട്. ഒറ്റ പ്രാവശ്യം. അത് ആ അഭിപ്രായം കഴിച്ചാൽ ബാക്കി ഒന്നും ഹജ്ജിൽ ചെല്ലാനില്ല, എല്ലാം ചെയ്യാനാണ്. വട്ടം ചിറ്റ, നീളത്തിൽ ഇങ്ങനെ നടക്കുക, അതിൻ്റെ ഇടയിൽ തന്നെ ചില സ്ഥലത്തെത്തുമ്പോൾ മണ്ടുക, കല്ലെടുത്തെറിയ, കടന്നുറങ്ങുക, ഇങ്ങനത്തെ കുറെ പരിപാടികൾ. ഇതാണ് ചലനം എന്ന് പറയുന്നത്. ദുൽഹിജ്ജ മാസം ചലനങ്ങളുടെ മാസമാണ്. ചലനങ്ങളിലെ ഏറ്റവും വലിയ ചലനം ഹൃദയത്തിന്റെ ചലനമാണ്, കൽബിന്റെ ചലനമാണ്. കലബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഇളകണത് എന്നാണ്. മറിഞ്ഞു എന്നാണ് ആ വാക്കിനർത്ഥം. ഇളകണ സാധനം. ഹൃദയത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച മസിൽ, അതിനു വേണ്ടി ഉപയോഗിച്ച വസ്തു വെറുതെ ഇളകണതാണ് എന്ന് ഇന്ന ഫിൽ ജസദി മുൽഗ വൈദാ സലഹ സലഹൽ ജസദു കുല്ലു വൈദാ ഫസദ ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ് എന്ന ഹദീസിന്റെ വിശദീകരണത്തിലുണ്ട്. ഇന്ന ഫിൽ ജസദി മുൽഗ, മുൽഗ എന്ന് പറയാനുണ്ടായ കാരണം എന്താണ് എന്ന പഠനം. മാംസകഷ്ണം എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം വെക്കുക. മാംസത്തിന് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള അറബി ലഹ്മ് എന്നാണ്. ബംഗാളികൾക്ക് വരെ അറിയും മാംസത്തിന് ലഹ്മ് എന്നാണ് പറയാറ്. എന്നാൽ പിന്നെ ഇവിടെ മുൽഗ എന്തുകൊണ്ട് ഉപയോഗിക്കാനുണ്ടായ കാരണം അതിന്റെ വിശദമായ പഠനത്തിൽ പറയുന്നത് ഹൃദയത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മസില് വെറുതെ ഇളകണ സാധനമാണ്. ഹൃദയം കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇട്ട് വെച്ചാൽ അത് വെറുതെ ഇങ്ങനെ ഇളകും, അങ്ങനത്തെ സാധനമാണ് എന്നാണ്. അപ്പൊ ഹൃദയത്തിന്റെ അടിസ്ഥാന ധർമ്മം തന്നെ ഇളക്കാൻ. അതുകൊണ്ട് ചലനങ്ങളിലെ ഏറ്റവും വലിയ ചലനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ചലനമാണ്. എപ്പോഴാ ഹൃദയം ചലിക്കുക, ഹൃദയം ഇളകുക? താരീഖുകൾ കേട്ടാലാണ് ഹൃദയം ചലിക്കുക എന്നാണ്. 4 വേദഗ്രന്ഥങ്ങൾ വന്നതിൽ 3 താരീഖുണ്ട്. 4 വേദഗ്രന്ഥം വന്നു: തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, പരിശുദ്ധമായ ഖുർആൻ. 3 താരീഖുണ്ട്. സബൂറിൽ മാത്രമാണ് താരീഖ് ഇല്ലാത്തത്. നമ്മൾ സാധാരണ തൗറാത്തും ഇഞ്ചീലും ഖുർആനും കേൾക്കും, പക്ഷെ സബൂർ അങ്ങനെ വല്ലാതെ കേൾക്കലില്ല. തൗറാത്ത് പഴയ നിയമം, ഇഞ്ചീല് പുതിയ നിയമം, പക്ഷെ സബൂർ കേൾക്കൂല. അതിന്റെ ഒരു കാരണം 2 ഒന്ന്, സബൂറിൽ നിയമങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. തൗറാത്തിലും നിയമങ്ങളുണ്ട്, ഇഞ്ചീലിലും നിയമങ്ങളുണ്ട്, ഖുർആൻ ഷരീഫിലും നിയമങ്ങളുണ്ട്, പക്ഷെ സബൂറിൽ ഒരു നിയമമില്ല. രണ്ടാമത്തേത്, തൗറാത്തിൽ താരീഖുണ്ട്, സബൂറിലും താരീഖുണ്ട്, ഖുർആനിലും താരീഖുണ്ട്, എന്നാൽ സബൂറിൽ താരീഖില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് സബൂർ എന്ന് പറയുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത, മനോഹരമായ ശബ്ദം മുഅ്ജിസത്തായി ലഭിച്ച പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഓരോ കാലഘട്ടത്തിലെയും അമ്പിയാക്കൾക്ക് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മുഅ്ജിസത്താണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവാട്ടോ, എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങളുടെ കഴിവല്ല. അതായത് മുഅ്ജിസത്ത് 2 തരത്തിലുണ്ടെന്നാണ്. ഒന്ന് ഹിസ്സിയായ മുഅ്ജിസത്ത് എന്നും മറ്റൊന്ന് മാനവിയായ മുഅ്ജിസത്ത് എന്നും പറയും. മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അത് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ്, എന്നും ചെയ്യാൻ കഴിയാത്തത് എന്നതിനർത്ഥമില്ല. അതേ സമയത്ത് ഹിസ്സിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം പറയാം, ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ആളുകൾ ചികിത്സകന്മാരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചികിത്സകന്മാർ വന്നിട്ടുള്ളത് മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്ത് ചികിത്സയാണ്. പക്ഷെ നാട്ടുകാരെ ചികിത്സ പോലെയുള്ള ചികിത്സ അല്ല
ഈസാ നബിയുടേത്. ജന്മന കണ്ണു കാണാത്തവർക്ക് കാഴ്ച കൊടുക്കുന്ന ചികിത്സ. കുഷ്ഠരോഗത്തിനും വെള്ളപ്പാണ്ട് രോഗത്തിനും അന്ന് മരുന്നില്ല, എന്നാൽ ഈസാ നബിയുടെ അടുത്ത് മരുന്നുണ്ട്. എന്നും മരുന്നുണ്ടാവില്ല എന്നതിന് അർത്ഥമില്ല, അത് മാനവിയായ മോചിതത്താണ്. ഏതെങ്കിലും ഒരു കാലത്ത് മരുന്നുണ്ടായി എന്നുള്ളതിന് കുഴപ്പമില്ല, അന്ന് മരുന്നില്ല. പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അറിയുമായിരുന്നു. ഇന്നും കണ്ടുപിടിക്കാത്തതാണ് മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന ചികിത്സ. അതും ഈസാ നബി അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ കണ്ടുപിടിക്കുന്നതിന് എതിരില്ല, കാരണം അത് മാനവീയ മോചിതത്താണ്. അന്ന് ആർക്കും അറിയില്ല എന്നേ ഉള്ളൂ, എന്നെങ്കിലും അറിയണതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനെയാണ് മാനവീയായ മോചിതത്ത് എന്ന് പറയുന്നത്. ഹിസ്സിയായ മോചിതത്ത് എന്ന് പറയുന്നത് ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതിനെയാണ് ഹിസ്സിയായ മോചിതത്ത്. അതിന്റെ ഉദാഹരണമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ദഅവത്തിന്റെ ഉപകരണം ഖുർആനാണ് എന്ന് പറയുന്നതിന്റെ കാരണം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്സിയായ മോചിതത്താണ്. ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയില്ലെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതേമാതിരി ഒന്ന് കൊണ്ടുവരീന്ന് പറഞ്ഞിട്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു, കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല എന്നതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തിന്റെ പ്രത്യേകത. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും അതാതു കാലഘട്ടത്തിലെ അമ്പിയാക്കളുടെ കഴിവ്, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്നതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് മാരണവിദ്യയാണ്. മെസ്മരിസം, ജാലവിദ്യ, കങ്കട്ട്, മെന്റലിസം എന്നൊക്കെ പറയുന്ന പരിപാടികളാണ് അന്നത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. അതിനെ മറികടക്കുന്ന വടി, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര പ്രസിദ്ധമായ വടി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നബിമാർക്ക് അങ്ങനെ കൊടുത്തത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ഷെയ്ത്താൻ മിസ്മാറുകൾ, വാദ്യോപകരണങ്ങൾ കൊണ്ടുവരുന്നത്. പാട്ടുപാടാൻ വേണ്ടി കൈനാത്ത് മഹാസിബ്, പാട്ടുകാർ അധികരിച്ച ഒരു കാലഘട്ടത്തിലാണ് മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം വരുന്നത്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും എല്ലാ പാട്ടിനെയും മറികടക്കുന്ന ശബ്ദമാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്. അതിനാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം പദ്യമായിരുന്നു. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് പാട്ടു കേൾക്കാൻ വേണ്ടി ആഗ്രഹം തോന്നുമ്പോ ദാവൂദ് നബിനെ വിളിക്കണതിന്റെ കാരണം.